ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഈ സ്പൈസി സ്ക്വിഡ് മസാലയുടെ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ ഒന്ന് മിക്സറിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി 10-20 ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മസാല മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 1 കിലോ കണവ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലൊരു മിക്സ് കൊടുക്കാം. ഒരു അടപ്പ് ഫുൾ വിനീഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. 1/4 കപ്പ് വെള്ളം. ഇനി 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ഓപ്ഷണലാണെങ്കിൽ വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഇതൊരു 10-15 അല്ലെങ്കിൽ 20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളം കാണും. ഇതൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈസി സ്ക്വിഡ് മസാല റെഡി.